ടീച്ചറായിട്ട് അവിടെ വർക്ക് ചെയ്യുന്നുണ്ട്. കൂടാതെ സിനിമാ നടി ശോഭനയുടെ കീഴിലും എൻ്റെ മകളും മകളുടെ മകളും ഡാൻസ് പഠിക്കുന്നുണ്ട്. ഞാൻ 79 ഇവിടുന്ന് പാരായണം ചെയ്ത ആളാണ്. നമുക്ക് മാനന്തവാടി പോകുന്ന വഴിക്ക് തലപ്പുഴ വലിയൊരു ലാർജ് ടി എസ്റ്റേറ്റ് കാണാം. അതിന്റെ കോർപ്പറേറ്റ് ഓഫീസ് കോയമ്പത്തൂരാണ്, അത് പൊള്ളാച്ചിക്കാരാണ്. അങ്ങനെയാണ് ഞാൻ ആ കോർപ്പറേറ്റ് ഓഫീസിൽ റിക്രൂട്ട് ആകുന്നത്, അഡ്മിനിസ്ട്രേറ്റീവ് ഡിപ്പാർട്ട്മെന്റിലാണ് റിക്രൂട്ട് ആയത്. പിന്നെ എൻ്റെ തനതായ ഒരു അക്കൗണ്ട്സ് വാസന കണ്ടിട്ട് മാനേജ്മെന്റ് എൻ്റെ അക്കൗണ്ട്സിലേക്ക് മാറ്റി. അങ്ങനെ ഇപ്പോൾ സീനിയർ അക്കൗണ്ട്സ് മാനേജർ ആസ് വെൽ ആസ് ഓഡിറ്ററായിട്ടാണ് റിട്ടയർഡ് ആയത്. എൻ്റെ മകൻ പിന്നെ SBIയിൽ മാനേജർ വർക്ക് ചെയ്യുന്നത്. മാനവരാശി ചരിത്രത്തിലെ ഏറ്റവും വലിയ ആരോഗ്യ പ്രശ്നങ്ങളെ നേരിട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാലത്തിലൂടെയാണ് കടന്നു പോകുന്നത്. ശാസ്ത്ര പുരോഗതിയും പുതിയ പരിഷ്കാരങ്ങളും റോക്കറ്റ് വേഗതയിൽ ഒരു ഭാഗത്ത് മുന്നേറുമ്പോൾ തന്നെ മറുഭാഗത്ത് മനുഷ്യന് രോഗങ്ങളും മാരക രോഗങ്ങളും അതുവഴിയുള്ള ദുരന്തങ്ങളും ഏറിവരികയാണ്. ഒരു ജീവിവർഗം എന്ന നിലയിൽ മനുഷ്യകുലം ഒന്നാകെ ഈ ഭൂമുഖത്ത് നിന്നും തുടച്ചു നീക്കം ചെയ്യപ്പെടുമോ എന്ന് ആശങ്കിക്കുമാറ് ആരോഗ്യ പ്രശ്നങ്ങൾ ആഗോളമായി തന്നെ അധികരിച്ചു വരികയാണ്. നമ്മുടെ കേരളത്തിലേക്ക് വന്നാൽ ഇപ്പോൾ ഈ നൂറ്റാണ്ട് 25 വർഷം പൂർത്തിയാക്കി 26ലേക്ക് കടക്കുകയാണ്. ഈ നൂറ്റാണ്ടിനെ ഇതുവരെയുള്ള അനുഭവത്തിൽ വെച്ച് നമുക്ക് പറയാൻ കഴിയുക ജീവിതശൈലി രോഗങ്ങളുടെയും പകർച്ചപ്പനികളുടെയും നൂറ്റാണ്ട് എന്നാണ്. പല പല പേരുകളിൽ പറയപ്പെടുന്ന പകർച്ചപ്പനികൾ പിറവി കൊള്ളുകയും പടർന്നു പന്തിയിരിക്കുകയും പലരെയും പരലോകത്തേക്ക് നയിക്കുകയും ചെയ്യുന്ന ഒരു കാഴ്ച നമ്മൾ കാണാൻ തുടങ്ങിയിട്ട് 4 നൂറ്റാണ്ടായി. അങ്ങനെ ഏറ്റവും വലിയ കാഴ്ച കണ്ടത് 2019, 20, 21 അരക്കോടി ആളുകളെയും കൊണ്ട് ഒരു സാധനം COVID-19 പോകുന്ന കാഴ്ചയാണ്. നമ്മുടെ കേരളത്തിലേക്ക് വന്നാൽ കേരളം ഇന്ത്യ രാജ്യത്ത് നിരവധി പതിറ്റാണ്ടുകളായി ആരോഗ്യരംഗത്ത് ഒന്നാമതാണ്. ധാരാളം കാര്യങ്ങളിൽ നമ്മൾ ഒന്നാമത്. ശിശുമരണ നിരക്ക് കുറവിൽ നമ്മൾ ഒന്നാമതാണ്. വനിതകളുടെ ആരോഗ്യ നിലവാരത്തിൽ നമ്മൾ ഒന്നാമതാണ്. പ്രസവ സമയത്തുള്ള അമ്മമാരുടെ മരണത്തിന്റെ കുറവിൽ നമ്മൾ ഒന്നാമതാണ്. പക്ഷേ അതോടൊപ്പം രോഗാതുരതയിലും നമ്മൾ ഒന്നാമതാണ്. അപ്പൊ ഈ PH പറയുമ്പോൾ ഇപ്പൊ നമ്മൾ രാവിലെ ഇപ്പൊ കഴിച്ച ഭക്ഷണം നല്ല PH ഉള്ള ഭക്ഷണമാണ്, പച്ചക്കറിയൊക്കെ. PH കുറഞ്ഞത് നമ്മൾ കഴിക്കേണ്ടി വരും. ഇപ്പൊ മത്സ്യം, മാംസം, മുട്ട, പാലുൽപ്പന്നങ്ങളൊക്കെ നമ്മൾ കൊഴുപ്പിനും വൈറ്റമിൻസിനും അതുപോലെ പിന്നെ പ്രോട്ടീനൊക്കെ ആവശ്യമാണ്, കഴിക്കാതെ പറ്റില്ല. പക്ഷേ നമ്മൾ മലയാളികൾ 1.5 പ്ലേറ്റ് ചോറും 2 കഷ്ണം മാംസമാണ് കഴിക്കുന്നത്. അറബികൾ എങ്ങനെ കഴിക്കാം, ഇംഗ്ലീഷുകാർ എങ്ങനെ കഴിക്കാം? 1 പ്ലേറ്റ് ഇറച്ചിയും 2 പ്ലേറ്റ് പച്ചക്കറിയാണ് കഴിക്കുക. എന്തിനു വേണ്ടിയാണ്? PH നേരെയാകാനാണ്. കേരളത്തിൽ ഒരു സാധനം ഗ്രാമങ്ങളിൽ ഫ്രീ ആയി കിട്ടുന്ന ഏറ്റവും PH കൂടിയ ഒരു വസ്തു കേരളത്തിൽ ഗ്രാമങ്ങളിൽ ഫ്രീ ആയി കിട്ടുന്നതാണ്. ആർക്കും പറയാൻ പറ്റും പേര്? കേരളത്തിലെ ഗ്രാമങ്ങളിൽ സൗജന്യമായി കിട്ടുന്ന ഒരു സാധനമാണ് കേരളത്തിൽ കിട്ടുന്ന ഭക്ഷ്യവസ്തുക്കളിൽ ഏറ്റവും PH കൂടിയത്. അതിന്റെ പേര് വാഴപ്പിണ്ടി. ഞാൻ അവിടെ ആയതുകൊണ്ട് വാഴപ്പിണ്ടി എന്ന് പറയാം. വാഴക്കാമ്പ്. വാഴക്കാമ്പിന്റെ PH വളരെ സംസം വെള്ളത്തിന്റെ അടുത്ത് PH ആണ്. നമ്മൾ അതിനെ നിസ്സാരമായി കണ്ടു കളയും. ഇപ്പൊ വാഴപ്പിണ്ടി എല്ലാ ദിവസവും ഉപ്പേരിയായും പച്ചടിയായും വറവായും ഒഴുക്കായും ഒക്കെ കഴിക്കാം. മലയാളികൾ കായികാധ്വാനം പൊതുവെ കുറവാണ്. നമുക്ക് കായികാധ്വാനം ചെയ്യാൻ വേണ്ടിയാണ് 35 ലക്ഷം ബംഗാളികളും മറ്റും. അപ്പൊ അതുകൊണ്ട് തന്നെ കായികാധ്വാനം ചെയ്യാത്തത് കൊണ്ട് നമുക്ക് ഇപ്പൊ നമ്മുടെ പ്രായത്തിലുള്ളവർക്ക് ആകെ ഒരു ദിവസം കഴിക്കുന്നതിന്റെ 1/4 ഭാഗം മാത്രമേ കാർബോഹൈഡ്രേറ്റ് ആവശ്യമുള്ളൂ. ഇപ്പൊ മനസ്സിലായില്ലേ നമ്മുടെ ആരോഗ്യ പ്രശ്നത്തിന് എന്താ കാരണം? എത്ര കഴിക്കുന്നത്? 1.5 പ്ലേറ്റ് ചോറ്. ഞാൻ ഉച്ചക്ക് 2 ചപ്പാത്തിയും ഇഷ്ടംപോലെ പച്ചക്കറിയും കഴിക്കും. ഇപ്പൊ കാർബോഹൈഡ്രേറ്റിന്റെ അളവ് കുറച്ചാൽ ഇപ്പൊ തടി കൂടിയവർ ഇറച്ചിയും മീനും മുട്ടയൊക്കെ ഒഴിവാക്കി തടി കുറയ്ക്കാൻ എക്സസൈസ് ഒക്കെ ചെയ്യും. കുറയാൻ പോകുന്നില്ല. നിങ്ങൾ അരി ഒഴിവാക്കിയാൽ മതി. ഒരാഴ്ച കൊണ്ട് വെയിറ്റ് കുറഞ്ഞു വരാൻ തുടങ്ങും. അപ്പോൾ കാർബോഹൈഡ്രേറ്റ് അധികമാണ്, വളരെ കൂടുതലാണ്. മലയാളിയുടെ ആരോഗ്യ പ്രശ്നത്തിന്റെ അടിവേരുകൾ അവിടെയാണ് കുടികൊള്ളുന്നതെന്ന് തിരിച്ചറിഞ്ഞ് നമ്മളാണെങ്കിൽ 15% അരി ഇവിടെ ഉണ്ടാക്കുന്നുള്ളൂ. നമ്മുടെ ഭരണാധികാരികൾ മറ്റു സംസ്ഥാനത്തിൽ പോയി അടികൂടിയാണ് അരി കൊണ്ടുവരുന്നത്. എന്നിട്ട് മൂക്കോളം കഴിക്കാണ്. 2 പ്രോട്ടീൻ. 1 കിലോ പ്രായപൂർത്തിയായ ഒരാൾക്ക് 1 കിലോ തൂക്കത്തിന് 1 ഗ്രാം എന്ന തോതിലെ പ്രോട്ടീൻ വേണ്ടു. നമ്മൾ പൊതുവെ കുറച്ച് കൂടുതലാണ്. ശരീരം അബ്സോർവ് ചെയ്യുന്നതിൽ ചില പ്രശ്നങ്ങളുണ്ടാവും. 3ാമത്തെ ഫാറ്റാണ്. നോൺ വെജിറ്റേറിയനായ ആളുകൾ ഫാറ്റും വളരെ കൂടുതലാണ് കഴിക്കുന്നത്. അതിൻ്റെതായ കുഴപ്പങ്ങളുണ്ടാവും. ഈ ആഹാരത്തിലേക്ക് വന്നാൽ ഞാൻ ഈ പ്രസംഗം വേണമെങ്കിൽ ഗ്രൂപ്പിലിടാം. ഇത് പാലിച്ചാൽ ഒരു 90 വയസ്സ് വരെയൊക്കെ സുഖമായി വലിയ കുഴപ്പങ്ങളൊന്നും ഇല്ലാതെ ജീവിക്കാൻ പറ്റും എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് എൻ്റെ ഈ ചെറുഭാഷണം അവസാനിപ്പിക്കുന്നു. എൻ്റെ തൊണ്ടക്ക് പ്രശ്നമാണ്, എന്നാലും പാടാതിരിക്കാൻ തോന്നുന്നില്ല. അതങ്ങനെയാണ്. പാട്ടുകാർക്ക് സത്യനയുടെ ഇരുന്ന് കഴിഞ്ഞാൽ 10 പാട്ട് കൊടുത്തതിനെ 10 പാടും. അങ്ങനെ തന്നെയാണ് ഭാർഗവിയുടെ കാര്യം. അതുപോലെ എല്ലാവർക്കും പാട്ട് ഇഷ്ടമുള്ളവർ
പാടുന്നവർക്ക് എന്ത് പ്രശ്നം ഉണ്ടായാലും പാടണം തന്നെ തോന്നിപ്പോയി. അപ്പൊ അതുകൊണ്ട് പ്രശ്നം ഉണ്ടെങ്കിൽ ക്ഷമിക്കുക. കരയുന്നു പുഴ ചിരിക്കുന്നു, കരയുന്നു പുഴ ചിരിക്കുന്നു, കണ്ണീരുമൊലിപ്പിച്ച് കൈവഴികൾ പിരിയുമ്പോൾ കരയുന്നു പുഴ ചിരിക്കുന്നു, കരയുന്നു പുഴ ചിരിക്കുന്നു. ചേർന്നുള്ള കരളുകളെ മുറുകുന്നോ ബന്ധമഴിയുന്നോ, മുറുകുന്നോ ബന്ധമഴിയുന്നോ, കരയുന്നു പുഴ ചിരിക്കുന്നോ, കരയുന്നു പുഴ ചിരിക്കുന്നോ. കഥനത്താൽ ഹൃദയവുമായി കരകളിൽ തല തല്ലും ഓളങ്ങളെ തീരത്തിനറിയില്ല, മാനത്തിനറിയില്ല തീരാത്ത നിങ്ങളുടെ വേദനകൾ, തീരാത്ത നിങ്ങളുടെ വേദനകൾ. കരയുന്നു പുഴ ചിരിക്കുന്നു, കരയുന്നു പുഴ ചിരിക്കുന്നു. മറക്കുവാൻ പറയാനെന്തെളുപ്പം, മണ്ണിൽ കിടക്കാതിരിക്കലാണതിലെളുപ്പം. മറവിതന്മാരിടത്തിൽ മയങ്ങാൻ കിടന്നാലും ഓർമ്മകളോടിയെത്തി ഉണർത്തിടുന്നു. കരയുന്നു പുഴ ചിരിക്കുന്നു, കരയുന്നു പുഴ ചിരിക്കുന്നു, കണ്ണീരുമൊലിപ്പിച്ച് കൈവഴികൾ പിരിയുമ്പോൾ കരയുന്നു പുഴ ചിരിക്കുന്നു, കരയുന്നു പുഴ ചിരിക്കുന്നു. സംഘാടകർ പറഞ്ഞതുപോലെ ഒരു പ്രഭാഷണം നടത്താൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. കുറച്ച് കാര്യങ്ങൾ നിങ്ങളോട് സംസാരിക്കാനാണ് ഉദ്ദേശിക്കുന്നത്. അതിലെൻ്റെ പ്രിയപ്പെട്ട വിഷയം യാത്രയാണ്. യാത്രയെക്കുറിച്ച് നിങ്ങളോട് സംസാരിക്കാൻ വേണ്ടിയാണ്. യാത്ര മിക്കവാറും എല്ലാവരും താല്പര്യമുള്ള ഒരു വിഷയമായിരിക്കും എന്നാണ് എനിക്ക് കരുതുന്നത്. പലവരും യാത്രകൾ നടത്താറുണ്ടാകും എന്ന് പ്രതീക്ഷിക്കുന്നു. എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു വർഷം 2 or 3 യാത്ര പതിവാണ്. ഏറ്റവും ഒടുവിലായി ലോകമഹാത്ഭുതങ്ങൾ എന്നറിയപ്പെടുന്ന എല്ലോറ അജന്ത കേവ്സ് വിസിറ്റ് ചെയ്തു. പോയിട്ടുള്ളവരുണ്ടോ? അജന്ത എല്ലോറ ഉണ്ട് അല്ലേ? ഓക്കെ, ഞാൻ പറയുന്നത് വല്ല തെറ്റുകളും ഉണ്ടെങ്കിൽ ക്ഷമിക്കുക.
എല്ലോറ അജന്ത കേവ്സ് ഔറംഗാബാദിൽ നിന്നും, ഔറംഗാബാദാണ് നിയറസ്റ്റ് ടൗൺ, മഹാരാഷ്ട്ര സ്റ്റേറ്റിലാണ്. നമുക്ക് ഇവിടുന്ന് യാത്ര പോവുക എന്ന് പറയുന്നത് നോട്ട് സോ ഈസി, ഇത്തിരി വിഷമമുള്ളതാണ്. ഫ്ലൈറ്റിന് പോവുകയാണെങ്കിൽ ഇവിടുന്ന് കണ്ണൂരിൽ നിന്ന് ഡയറക്റ്റ് ഫ്ലൈറ്റ് ഉണ്ടോ എന്നുള്ള കാര്യം സംശയമാണ്. ഒന്നോ രണ്ടോ സ്റ്റോപ്പ് എടുത്തിട്ട് പോകുന്നതിന് നോട്ട് പ്രോബ്ലം. ഞങ്ങൾ പോയത് ട്രെയിനിനാണ്. ട്രെയിനും ഇറ്റ്സ് എ ബിഗ് ഡിഫിക്കൽട്ട്. കണ്ണൂരിൽ നിന്ന് പൂനെക്ക് 2 ട്രെയിനുകളുണ്ട്, ആഴ്ചയിൽ 2 or 3 ഉണ്ട്. റണ്ണിങ് ടൈം ദാറ്റ് ഈസ് സം 24 to 26 hours. പൂനെക്ക് എത്തും. പൂനെയിൽ നിന്ന് ഔറംഗാബാദിലേക്ക് ട്രെയിനുകളുണ്ട്, പക്ഷെ ലിമിറ്റഡ് ആണ്. 1 or 2 ട്രെയിനാണുള്ളത്. മാത്രമല്ല ഇറ്റ് മേ ടേക്ക് സം 8 to 9 hours. അജന്തയിലേക്ക് പോവുകയാണെങ്കിൽ അജന്തയിൽ നിന്ന് റിട്ടേൺ ട്രിപ്പ് കിട്ടാൻ വാഹനങ്ങൾ ലിമിറ്റഡ് ആയിരിക്കും, നമ്മൾ കഷ്ടപ്പെടും. അതേസമയം അതുകൊണ്ട് തന്നെ കാറ് ഹയർ ചെയ്ത്, വാഹനം നമ്മൾ ഹയർ ചെയ്ത് പോയി കഴിഞ്ഞാൽ ഓക്കെ, നമ്മൾക്ക് അവിടെ കംപ്ലീറ്റ് വിസിറ്റ് ചെയ്തതിന് ശേഷം വൈകുന്നേരം ആകുമ്പോൾ സൗകര്യത്തിന് ഇങ്ങോട്ടേക്ക് വരാം, ഔറംഗാബാദിലേക്ക് വരാം. എന്താണ് ഇവിടെ കാണാനുള്ളത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അജന്തയില് BC 200, അതായത് ഇപ്പോഴൊരു 2200 വർഷങ്ങൾക്ക് മുൻപേ ചെയ്തു വെച്ചിട്ടുള്ള കേവ് ടെമ്പിൾസ്, ഗുഹാക്ഷേത്രങ്ങൾ. ഈ ഗുഹാക്ഷേത്രങ്ങളിലുള്ള കൊത്തുപണികളും ചിത്രപ്പണികളും അതാണ് അജന്തയെ ലോക മഹാത്ഭുതമാക്കി മാറ്റിയിട്ടുള്ളത്. ഏകദേശം 2-2.5 കിലോമീറ്റർ ദൂരത്തോളം സ്പ്രെഡ് ചെയ്ത് കിടക്കുന്ന മലനിരകളാണ്, കരിങ്കൽ പാറകളാണ്. ഈ കരിങ്കൽ പാറകൾ വെട്ടിയെടുത്ത് ക്ഷേത്രങ്ങൾ ഉണ്ടാക്കി, അതിൻ്റെ അകത്താണ് ക്ഷേത്രങ്ങൾ ഉണ്ടാക്കി അതിനകത്ത് ശില്പയാതിരി പ്രകടിപ്പിച്ചുകൊണ്ട് പല ബിംബങ്ങളും രൂപങ്ങളും കൊത്തിയുണ്ടാക്കുക. അതുപോലെ തന്നെ അജന്തയിൽ പെയിന്റിങ്സും കൂടിയുണ്ട്. അപ്പൊ കേവ് ടെമ്പിൾസിന്റെ അകത്ത് അവിടെ കൊത്തുപണികളും അതുപോലെ തന്നെ ചിത്രപ്പണികളും നമ്മൾക്ക് 1 ദിവസം കൊണ്ടോ 2 ദിവസം കൊണ്ടോ ഒന്നും അത് കണ്ട് പഠിച്ച് മനസ്സിലാക്കാൻ പറ്റില്ല. ഞങ്ങൾക്കൊന്നും യാത്രയിൽ പഠിക്കാനുള്ള അവസരങ്ങളൊന്നും നമ്മൾ മെനക്കെട്ടില്ല. എല്ലോറയിലേക്ക് നമ്മൾ പോകുമ്പോൾ 1 ദിവസം അതിനും വേണം. എല്ലോറയിലേക്ക് പോകുമ്പോഴും ഔറംഗാബാദിൽ നിന്നും 26 കിലോമീറ്റേഴ്സ്, ഇതും ഏകദേശം ഒരു 2.5 കിലോമീറ്റേഴ്സ് ലെങ്തിലുള്ള, അതായത് നമ്മൾ ഇവിടുന്ന് ഏകദേശം കാളി വരെയുള്ള അത്രയും ദൂരത്തിലുള്ള മലഞ്ചെരിവുകളാണ്. ആ മലഞ്ചെരിവുകൾ ഹാർഡ് റോക്കാണ്. ആ മലഞ്ചെരിവിൽ മല വെട്ടിയിറക്കിയിട്ടുള്ള ശില്പങ്ങളല്ല, ടെമ്പിൾസ് ആണ്, മെയിൻ ആയിട്ട് ടെമ്പിൾസ്. അതിൽ 13 ബുദ്ധ മതവുമായി ബന്ധപ്പെട്ടിട്ടുള്ളത്, 12-13 ഹിന്ദു മതവുമായി ബന്ധപ്പെട്ടിട്ടുള്ളത്, 5 ജൈന മതവുമായി ബന്ധപ്പെട്ടില്ല. പുരാണ ഭാരതത്തിന്റെ മതപരമായിട്ടുള്ള യോജിപ്പിന്റെ അതിന്റെ ഒരു എക്സാമ്പിൾ ആയിട്ടാണ് ഈ എല്ലോറ പറയപ്പെടുന്നത്. അവിടെയുള്ള ശില്പങ്ങൾ 1 to 13 കേവ് നമ്പേഴ്സ് 1 to 13 നമ്മളുടെ ബുദ്ധമതക്കാരുടെ അവിടെയും കംപ്ലീറ്റ് ചെയ്തിട്ടുള്ള വർക്കുകളുണ്ട്, അതുപോലെ തന്നെ അൺഫിനിഷ്ഡ് ആയിട്ടുള്ള വർക്കുകളും കേവ്സ് ബാക്കി കിടക്കുകയാണ്. ബാക്കിയുള്ള ഒരു 16 ഹിന്ദു മതവുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. മഹാഭാരതത്തിലെ കഥകളുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചിത്രങ്ങളും കൊത്തുപണികളും. ചിത്രങ്ങൾ അവിടെ ഇല്ല, എല്ലോറയിൽ ചിത്രങ്ങളില്ല, എല്ലോറയിൽ കൊത്തുപണികളുണ്ട്.
അതിനുശേഷം ലാസ്റ്റിലത്തെ 5 ജൈനമതവുമായി ബന്ധപ്പെട്ടിട്ടുള്ള കേവ്സ്, ഗുഹകൾ. ഇത് ഏകദേശം നമ്മൾ കവർ ചെയ്യണമെങ്കിൽ, എല്ലാം കയറി ഇറങ്ങണമെങ്കിൽ നിയർലി 1 day നോ ഡൗട്ട് വേണ്ടി വരുന്നുണ്ട്. വാഹനമൊന്നും ഉപയോഗിക്കാൻ പറ്റില്ല അതിനകത്ത്. വാഹനം ഉപയോഗിച്ച് പോകാനുള്ള യാതൊരു സൗകര്യമില്ല. കാരണം മലനിരകളാണ്. ഫുൾ ഡേ നമ്മൾ നടക്കണം. അതിൽ തന്നെ വിശ്വപ്രസിദ്ധം എന്ന് പറയുന്ന, ലോകാത്ഭുതം എന്ന് പറയുന്ന ഒരു കൈലാസ ക്ഷേത്രമുണ്ട്. ദാറ്റ് ഈസ് കേവ് നമ്പർ 68. ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ഏകശിലാ സ്തൂപം, മോണോലിത്തിക് കേവ് എന്ന് പറയുന്നത് അവിടെയാണ്. കൈലാസ ക്ഷേത്രം. ഒരു ക്ഷേത്രം മുഴുവൻ ഈ മലയുടെ മുകളിൽ നിന്ന് വെട്ടിയിറക്കി ഒരു ക്ഷേത്രം മുഴുവൻ അവിടെ പണിതിരിക്കുകയാണ്. ഹിന്ദു ക്ഷേത്രം. ലൈഫ് നമുക്ക് ബ്യൂട്ടിഫുൾ ആക്കി നിലനിർത്താൻ പറ്റും എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഇത്രയും മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. നന്ദി, നമസ്കാരം. മിന്നും മിനുങ്ങേ എങ്ങോട്ടാണ് ഈ തിടുക്കം? നീ തനിച്ചല്ലേ, പേടിയാവില്ലേ? കൂട്ടിന് ഞാനും വന്നോട്ടെ. മിന്നാമിനുങ്ങി മിന്നും മിനുങ്ങി എങ്ങോട്ടാണ് ഈ തിടുക്കം? നീ തനിച്ചല്ലേ, പേടിയാവില്ലേ? കൂട്ടിന് ഞാനും വന്നോട്ടെ. മിന്നാമിനുങ്ങി മഴയത്തും വെയിലത്തും പോകരുതേ നീ, നാടിൻ്റെ വെട്ടം കളയരുതേ. മഴയത്തും വെയിലത്തും പോകരുതേ നീ, നാടിൻ്റെ വെട്ടം കളയരുതേ. നിഴലുപോൽ പറ്റി ഞാൻ കൂടെ നടന്നപ്പോൾ, നിഴലുപോൽ പറ്റി ഞാൻ കൂടെ നടന്നപ്പോൾ നീ തന്ന കുഞ്ഞു നുറുങ്ങുവെട്ടം. മിന്നാമിനുങ്ങി മിന്നും മിനുങ്ങി എങ്ങോട്ടാണ് ഈ തിടുക്കം? നീ തനിച്ചല്ലേ, പേടിയാവില്ലേ? കൂട്ടിന് ഞാനും വന്നോട്ടെ. മിന്നാമിനുങ്ങേ പൊന്നു വിളയുന്ന പാടത്തും നാട്ടിലെ നാനായിടത്തും നീ പാറിയില്ലേ? പൊന്നു വിളയുന്ന പാടത്തും നാട്ടിലെ നാനായിടത്തും നീ പാറിയില്ലേ? പള്ളിക്കൂടത്തിനകമ്പടിയില്ലാതെ, പള്ളിക്കൂടത്തിനകമ്പടിയില്ലാതെ ഉന്നാരപ്പാട്ടു നീ പാടിയില്ലേ? മിന്നാമിനുങ്ങി മിന്നും മിനുങ്ങി എങ്ങോട്ടാണ് ഈ തിടുക്കം? നീ തനിച്ചല്ലേ, പേടിയാവില്ലേ? ത്തിന് ഞാനും വന്നോട്ടെ. മിന്നാമിനുങ്ങേ വരുന്നൊരു തലമുറയ്ക്ക് ഇവിടെ വാസം സാധ്യമോ? ഇവിടെ വാസം സാധ്യമോ? മലിനമായ ജലാശയം, അതിൽ മലിനമായൊരു ഭൂമിയും. മലിനമായ ജലാശയം, അതിൽ മലിനമായൊരു ഭൂമിയും. ഇനി വരുന്നൊരു
അപ്പോൾ എൻ്റെ ഒരു ഇന്നത്തെ വിഷയം എടുത്തത് ചിലപ്പോൾ ഇത് ആർക്കും ഇഷ്ടപ്പെട്ടില്ല എന്ന് വരും. ഇഷ്ടപ്പെട്ടിട്ടില്ലെങ്കിൽ തന്നെ ആരും കല്ലറയുടെ തമാശക്ക് പറയുന്നതാണ്. കാരണം ഇന്ന് പൊതുവെ എവിടെ എടുത്തു കഴിഞ്ഞാലും എന്തെടുത്തു കഴിഞ്ഞാലും നമ്മൾ എല്ലാവരും ഉപയോഗിക്കുന്നൊരു വാക്കാണ് നേരമില്ലായിരുന്നു, എനിക്ക് നേരമില്ലായിരുന്നു. എന്തെടുത്തു കഴിഞ്ഞാലും എഴുതെടുത്തു കഴിഞ്ഞാലും ഇഷ്ടംപോലെ സമയം ഉണ്ടെങ്കിലും ഒരു നേരമില്ലായിരുന്നു. അപ്പൊ ശരിക്കും എന്നോട് എനിക്ക് ചോദിക്കാറില്ല, നേരമില്ലാണോ അല്ല മനസ്സില്ലാത്തതാണോ? മിക്കവാറും ഞാനൊരു സ്വകാര്യ കമ്പനിയിൽ ജോലി ചെയ്തുകൊണ്ട് എനിക്കറിയാം നേരം എങ്ങനെ ഉപയോഗിക്കണമെന്ന്. കാരണം നേരം നമ്മൾ ചിട്ടപ്പെടുത്തി ഉപയോഗിക്കാൻ പറ്റും. അപ്പൊ നമ്മൾ ഒരു ക്രിയേറ്റിവിറ്റി ഉള്ള ആളാണെങ്കിൽ തീർച്ചയായിട്ടും ഇതൊക്കെ നമുക്ക് തീർക്കണമെങ്കിൽ നമ്മളൊരു ടൈം ടേബിൾ ഉണ്ടായി കഴിഞ്ഞാൽ നമുക്കെല്ലാം ചെയ്തെടുക്കാൻ പറ്റും. അല്ലെങ്കിൽ സമയം കിട്ടിക്കഴിഞ്ഞാൽ കൂർക്കം വരെ ചുടങ്ങിക്കഴിഞ്ഞാൽ ഒന്നും നേരം കിട്ടില്ല. അപ്പോൾ എല്ലാവർക്കും ഉള്ളത് ഒരു ദിവസം 24 മണിക്കൂറാണ്. ആ 24 മണിക്കൂറിന് നമ്മൾ ശരിക്കും ഡിവൈഡ് ചെയ്ത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും നേരം കിട്ടും. അപ്പോ ഞാൻ ആരും വിമർശിക്കുന്നില്ല കേട്ടാ. എൻ്റെ വീട്ടിൽ അത്യാവശ്യം പച്ചക്കറി ചെടിയുണ്ട്, മുരിങ്ങ, പാവയ്ക്ക, ഇങ്ങനെ എന്തെങ്കിലും തക്കാളി ഞാൻ നടും. പക്ഷെങ്കിൽ ബാക്കി എൻ്റെ വീട്ടിൽ ആരും സൈലന്റ് കേട്ടോ, നേരമില്ല എന്ന് പറയും. അതേപോലെ ഈ തിരക്കിലെടുക്കും ഞാൻ അത്യാവശ്യം ചെടികളൊക്കെ നടും. പക്ഷെ ഈ 2 ദിവസം ഞാനിവിടെ വന്ന് നോക്കി ആ ചെടികളൊക്കെ പോകുമ്പോഴേക്ക് വാടി നിന്നിട്ടുണ്ടാവും. അപ്പോൾ ചോദിച്ചാൽ പറയും നേരമില്ലായിരുന്നു. അപ്പോ ഇതിൽ നിന്ന് മനസ്സിലാകുന്നത് ആർക്കും മനസ്സില്ല, മനസ്സിലായില്ലേ? അല്ലാതെ ഇപ്പൊ നമ്മളെ പൂമുഖത്തുള്ള ചെടിക്ക് വെള്ളമൊഴിക്കാൻ വലിയ നേരമൊന്നും വേണ്ട, ജസ്റ്റ് 5 മിനിറ്റ്. മാത്രമല്ല പണ്ട് ഞാനൊക്കെ ചെടി നനച്ച കാലമുണ്ട്. അന്ന് കപ്പിയിട്ടിട്ട് അല്ലെ, എത്രയടി ആഴമുള്ള കിണറാണ്, അത്രയടി ആഴമുള്ള കിണറിൽ ഈ പിഞ്ച് കൈ കൊണ്ട് കയറ് പിടിച്ച് വലിച്ച് കപ്പിയിട്ട് വലിച്ച് എന്നിട്ട് ആ വെള്ളം വലിച്ചിട്ട് വേണം നമ്മള് ചെടികൾക്കൊക്കെ നനയ്ക്കാൻ. ഇന്ന് മുക്കിലും മൂലയിലും ടാപ്പ് വാട്ടർ ഉണ്ട്. പക്ഷെ എങ്കിലും നേരമില്ലായിട്ടല്ല, മനസ്സില്ല. കാരണം മനസ്സാണ് മെയിനായിട്ട് വേണ്ടത്. അപ്പോ അന്ന് ഞാൻ ചോദിച്ചൊരു ഇതാണ്. കാരണം അന്ന് മിനിമം ഒരു കുടുംബത്തിൽ ഒരു 7 കുട്ടികളും ഉണ്ടാവും അല്ലേ? ഭർത്താവാണെങ്കിൽ വെള്ളയെ ഉടുക്കുള്ളൂ, ഭാര്യ മിക്കവാറും വീട്ടിലുണ്ടാവും. കൃഷിയില്ലാതെ വീടില്ല. ചുരുങ്ങിയത് 2 പശു ഉണ്ടാവും, 2 ആട്ടുകുട്ടി ഉണ്ടാവും, 5 കോഴികളുണ്ടാവും. ഇതൊക്കെ നോക്കുന്നത് ഒരു സ്ത്രീയാണ്. നമ്മളാണ് ഈ സോഷ്യൽ മീഡിയയിലും ടിവിന്റെ മുന്നിലും മൊബൈലിലും ഇരുന്ന് വെറുതെ അതായത് എത്രമാത്രം നമുക്ക് സൗകര്യം വരുന്നോ അത്രമാത്രം നമ്മൾ അലസന്മാരായി ഉറങ്ങിത്തീർത്ത് അങ്ങനെ നേരമില്ല. സത്യം പറഞ്ഞ ഞാൻ പെരുമയ്ക്ക് പറയുന്നില്ല, ഞാൻ ഒഴി ദിവസങ്ങളിൽ ഉറങ്ങിയിട്ടേ ഇല്ല എന്ന് പറയാം, ഉറങ്ങാറില്ല. കാരണം എനിക്ക് പല കാണുന്നു. കാരണം ചെടിയുണ്ട്, പുളിയുണ്ട്, അത് ഒരു 10 ചട്ടി വെച്ചിട്ടുണ്ടെങ്കിൽ അതിന് നമ്മൾ ഇനിഷ്യേറ്റീവ് നമ്മൾ അതിന് മണ്ണ് കളിച്ചിടണം അല്ലെ, വളം മാറ്റണം, പൊരിച്ചു നടണം, പറിച്ചോണ്ട് ഇതൊന്നും ഇല്ലെങ്കിൽ അത് ഭയങ്കര വൃദ്ധന്മാരായി പോകും. നമ്മൾ 70 വയസ്സായ വൃദ്ധന്മാർ. ചെടികൾ അങ്ങനെയല്ല, ഒരാഴ്ച നിങ്ങൾ നോക്കിയില്ലെങ്കിൽ അതിന് വൃദ്ധന്മാരാവും. അപ്പൊ അവിടെയും വേണം നമുക്ക് നേരത്തെ ചിട്ടപ്പെടുത്തി കഴിഞ്ഞാൽ നമുക്ക് എല്ലാം നടക്കും എന്ന് പറഞ്ഞുകൊണ്ട്. പിന്നെ ഞാൻ അതിലൊരു തമാശ പറയാം. ഞാനിങ്ങനെ എനിക്കൊരു ഹോബിയല്ല, അത് കാരണം സഹായിക്കുക. കാരണം ഞാനൊരു പ്രൈവറ്റ് ഫേമിലെ ഒരു കോർപ്പറേറ്റ് ഓഫീസർ ആയതുകൊണ്ട്, പിന്നെ മാനേജ്മെന്റ് നല്ലൊരു അടുപ്പുള്ളതുകൊണ്ട് നല്ലൊരു നാട്ടിൽ നിന്ന് പറയുകയാണ് എൻ്റെ മോനൊരു ജോലിയൊക്കെ കൊടുക്കണം. അപ്പോൾ ഞാൻ കാരണം ഓട്ടോമൊബൈൽ ഇൻഡസ്ട്രി ആയിരുന്നു ഇവിടെ, എൻ്റെ പിന്നെ മിൽക്ക് ഡയറി ഇൻഡസ്ട്രി ഉണ്ട്. അങ്ങനെ കുറേ ഇൻഡസ്ട്രിയുള്ള ഒരു കമ്പനീൻ്റെ കോർപ്പറേറ്റിലായിരുന്നു. അപ്പോൾ എൻ്റെ അടുത്ത് പറയും, മോനെ എൻ്റെ മോൻ പൊളി കഴിഞ്ഞത് IT കഴിഞ്ഞതെന്നൊക്കെ പറയുമ്പോൾ ഞാനിങ്ങനെ ഉടനെ ഞാൻ റെസ്യൂം കൊടുത്ത് ഉടനെ മാനേജ്മെന്റ് നിങ്ങൾക്ക് അറിയുന്ന ആളാണോ, നിങ്ങൾ വ്യക്തി സ്വന്തമായിട്ടാണോ, സ്വന്തം കുടുംബമാണോ, അപ്പൊ ഇന്റർവ്യൂ ചെയ്യാതെ ജോലിക്ക് എടുക്കും. അങ്ങനെ ഒരു അണ്ടർസ്റ്റാൻഡിങ് അതിന്റെ ചെയ്യുമ്പോൾ തമ്മിൽ അവിശ്വാസം ആർജിക്കണം. അപ്പൊ ഞാനിങ്ങനെ പലരും ജോലിയൊക്കെ കൊടുത്ത പിന്നെ ഒരു 10-40 35 വയസ്സൊക്കെ കഴിഞ്ഞാലായിരിക്കും എപ്പോഴും കണ്ടുമുട്ടുമ്പോൾ ഞാൻ ചോദിക്കും, അല്ല മോനെ അന്ന് ജോലിയായിട്ട് പോയി, ഇങ്ങനെ പലരും ഉണ്ട് കേട്ടോ, അന്ന് ജോലിയായി പോയ ശേഷം നീ വിളിച്ചു കുറച്ച് ദിവസം, പിന്നെ നീ വിളിച്ചിട്ടേയില്ല. ചിരിക്കുമ്പോൾ കൂടെ ചിരിക്കാൻ 1000 പേർ വരും, കരയുമ്പോൾ കൂടെ കരയാൻ നിന്നിഴൽ മാത്രം വരും, നിന്നിഴൽ മാത്രം വരും. ചിരിക്കുമ്പോൾ കൂടെ ചിരിക്കാൻ 1000 പേർ വരും, കരയുമ്പോൾ കൂടെ കരയാൻ നിന്നിഴൽ മാത്രം വരും, നിന്നിഴൽ
സുഖമൊരു നാൾ വരും വിരുന്നുകാരൻ, ദുഃഖമോ പിരിയാത്ത സ്വന്തക്കാരൻ, ചിരിക്കുമ്പോൾ കൂടെ ചിരിക്കാൻ 1000 പേർ വരും, കരയുമ്പോൾ കൂടെ കരയാൻ നിന്നിൽ മാത്രം വരും. ഞാൻ പറയാൻ പോകുന്നത് നമ്മളെ കൂട്ടായ്മയെ കുറിച്ച് മാത്രമാണ്, വേറെ വിഷയമൊന്നുമില്ല. അത് തന്നെ പറയണമെങ്കിൽ ഇവർ തരുന്ന 10 മിനിറ്റ് തികയൂല. പക്ഷെ 10 മിനിറ്റ് ആകുമ്പോഴത്തേക്ക് അടയാളങ്ങൾ കാട്ടിത്തുടങ്ങും. അപ്പൊ ഞാൻ എൻ്റെ പേരും സാവിത്രിയാണ്. ഞാൻ വിചാരിക്കുന്നത് നിങ്ങൾക്ക് ഒരുവിധ ആൾക്കാർക്കെല്ലാം അറിയാൻ, ടീച്ചറാണ്, റിട്ടയർഡ്. അപ്പൊ കൂട്ടായ്മയിൽ എങ്ങനെയാണ് വന്നത്, ഒരു ആശങ്കയോടെയാണ് ഞാൻ ഈ കൂട്ടായ്മയിലേക്ക് വന്നത്. അപ്പൊ അത് എന്നെ വിളിച്ച ആൾക്കാർ എന്നെ ക്ലാരിഫൈ ചെയ്ത് തന്നു. 70, 71, 72 മാർച്ചിൽ പരീക്ഷ എഴുതിയ ആൾക്കാരെയാണ് ഈ ഒരു കൂട്ടായ്മയിലുള്ളത്. അപ്പൊ നമ്മളെ ഹൈസ്കൂൾ കാലം 69-70 അക്കാഡമിക് ഇയറിലാണ് ഞാൻ പെർളശ്ശേരി ഹൈസ്കൂളിൽ ചേരുന്നത്. അന്ന് പെൺകുട്ടികൾ മുകളിലും ആൺകുട്ടികൾ താഴെയും. അപ്പൊ ഇവരെ മുഖം നമ്മൾ ശ്രദ്ധിക്കുക. 8ാം ക്ലാസ്സിലുള്ളപ്പോ ഒന്നും ആൺകുട്ടികൾ അങ്ങനെ ശ്രദ്ധിക്കാറില്ല, എന്നാലും ചില മുഖങ്ങൾ മനസ്സിലേക്ക് വരും. അങ്ങനെ കുറച്ച് ആളുകളെ മനസ്സിലുണ്ട്. വളർന്നിട്ടും അവരെ മുഖത്തിന് വലിയ മാറ്റമൊന്നുമില്ല, തിരിച്ചറിയാൻ പറ്റുന്നത്. 9ാം ക്ലാസ്സിലെത്തിയപ്പോ മനസ്സിന് ചെറിയൊരു മാറ്റമെല്ലാം വന്നു. ഇവരോട് മിണ്ടണം എന്നൊരു തോന്നൽ. അപ്പൊ നമ്മൾ ഒന്നിച്ച് റോഡ് വഴി വരുന്ന കൂട്ടുകാരുണ്ട്, ഒരുമിച്ച് മുമ്പിലും ബാക്കിലുമായിട്ട്. ഊട് വഴിയിൽ കൂടി വരുന്നത് പെൺകുട്ടികൾ ചേച്ചിമാരെ കൂടിയാണ്. 2 വഴിയിലൂടെ പിലാഞ്ഞി കാട്ടിലൂടെ കയറി ചാപ്പക്കെത്തുന്ന ഒരു വഴി, പിന്നെ വീടിനടുത്തുള്ള മെയിൻ റോഡിലൂടെ വന്ന് പെർളശ്ശേരി സ്കൂളിലെത്തുന്ന മറ്റൊരു വഴി. അത്യാവശ്യം ബസ് കിട്ടിയാൽ പോകും, അത്രേ ഉള്ളൂ. ബസ്സിന് 8 പൈസയാണ്, അത് തരാനൊന്നും വീട്ടിലുണ്ടാവില്ല. നമ്മൾ കുറെ ആളുണ്ട്, 8 മക്കളുണ്ട്. അപ്പോൾ അത് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ മിക്കവാറും നടത്തമാണ്. വിഷമിക്കുന്ന സമയത്ത് നമ്മളൊരു കൂട്ടുകാരനോ ഒരു കൂട്ടുകാരി എന്തെങ്കിലും ഒരു ഇട്ട് കഴിഞ്ഞാൽ, പറഞ്ഞു കഴിഞ്ഞാൽ, അല്ലെ അവരെ വിളിച്ചൊന്ന് സംസാരിക്കുമ്പോൾ ആ വിഷമം നമുക്ക് മാറും. അപ്പൊ ഒരുപാട് ഞാൻ പറയുന്നത്, ഒരു വർഷത്തിൽ ഒരിക്കൽ നമ്മൾ ഇങ്ങനെ കണ്ടുമുട്ടി പിരിയുന്നതിനപ്പുറം ഇടക്കിടക്ക് നമുക്ക് മീറ്റ് ചെയ്യാനുള്ള അവസരങ്ങൾ ഉണ്ടാക്കിയെടുക്കുക. ഗ്രൂപ്പിനകത്ത് വാട്സപ്പിലുള്ളവർ മാത്രമല്ലല്ലോ നമ്മളെ കൂടെ പഠിച്ചവര്, കുറച്ച് ആൾക്കാരല്ലേ ഉള്ളൂ. അപ്പൊ അങ്ങനെയുള്ള ആളുകളുമായിട്ട് നമുക്ക് വാട്സപ്പിലേക്ക് വരുമ്പോൾ കൂടുതൽ സൗകര്യമാണ്, കുറെ ആളുകളെ പരിചയപ്പെടാൻ പറ്റും. ഇപ്പോൾ ഇന്ന് വന്നതിൽ കുറച്ച് ആൾക്കാർ ബാക്കിയുണ്ടെന്ന് തോന്നുന്നു വാട്സപ്പിൽ വരാൻ വേണ്ടിയിട്ട്. അപ്പൊ അതൊക്കെ നല്ല ഗുണങ്ങളാണ്. നമുക്ക് ചെറിയ ചെറിയ യാത്രകൾ, ഇപ്പൊ ഇവരിടുന്ന സുരേഷ് ബാബു സാർ പറഞ്ഞില്ലേ, യാത്ര ചെയ്തതിനെ പറ്റി 3 പേരാണ് അവർ. അപ്പൊ അതുപോലെ നമുക്കും യാത്രകളും മറ്റും സംഘടിപ്പിച്ചിട്ട് മുഖാമുഖം കാണാനുള്ള അവസരങ്ങൾ എല്ലാവരും കൂടി ഉണ്ടാക്കി എടുക്കണം എന്നുള്ളതാണ്. സ്വയംവരത്തിനു പന്തലൊരുക്കി നമുക്കു നീലാകാശം, ആഹാ ആഹാ ആഹാ. സ്വയംവരത്തിനു പന്തലൊരുക്കി നമുക്കു നീലാകാശം, നീലാകാശം. നിൻ വരവേൽപ്പിനു താലങ്ങളേന്തി താമര പൊയ്കൾ നീളേ, നിൻ വരവേൽപ്പിനു താലങ്ങളേന്തി താമര പൊയ്കൾ നീളേ. ഒരുങ്ങി വരൂ ഒരുങ്ങി വരൂ, ഒരു താളത്തിൽ അലകളിൽ ഒഴുകി വരൂ, അലകളിൽ ഒഴുകി വരൂ. ആഹാ ആഹാ ആഹാ. സ്വയംവരത്തിനു പന്തലൊരുക്കി നമുക്കു നീലാകാശം, നീലാകാശം. ആഹാ ആഹാ.
പിറന്ന കാലം മുതൽ നിന്നെ കിനാവു കണ്ടു വളർന്നു. പിറന്ന കാലം മുതൽ നിന്നെ കിനാവു കണ്ടു വളർന്നു. എന്നിഴൽ പോലും അറിയാതെ ഞാൻ നിനക്ക് മണിയറ തീർത്തു. ഓടി വരൂ ഓടി വരൂ വെൺമേഘത്തിൽ ചിറകുകളേറി വരൂ, ചിറകുകളേറി വരൂ. ആഹാ 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 സ്വയംവരത്തിനു പന്തലൊരുക്കി നമുക്കു നീലാകാശം, നീലാകാശം. മാത്രമേ പൂങ്കുലയിൽ നിർത്താം ഞാൻ, ഒടുവിൽ നീ എത്തുമ്പോൾ ചൂടിക്കുവാൻ. ഒരു ഗാനം മാത്രമേ, ഒരു ഗാനം മാത്രമേ ഹൃദയത്തിൽ സൂക്ഷിക്കാം. ഒടുവിൽ നീ എത്തുമ്പോൾ ചെവിയിൽ മൂളാം. ഒരു പുഷ്പം മാത്രമേ പൂങ്കുലയിൽ നിർത്താം ഞാൻ, ഒടുവിൽ നീ എത്തുമ്പോൾ ചൂടിക്കുവാൻ. ഒരു മുറി മാത്രം തുറക്കാതെ വെക്കാം ഞാൻ, അതിഗൂഢമെന്നുടെ ആരാമത്തിൽ സ്വപ്നങ്ങൾ കണ്ടു, സ്വപ്നങ്ങൾ കണ്ടു നിനക്കുറങ്ങിടുവാൻ. പുഷ്പത്തിൻ തൽപ്പമങ്ങും ഞാൻ വിരിക്കാം. ഒരു പുഷ്പം മാത്രമേ പൂങ്കുലയിൽ നിർത്താം ഞാൻ, ഒടുവിൽ നീ എത്തുമ്പോൾ ചൂടിക്കുവാൻ. മലർമണമായല്ലോ മറ്റുള്ളവർ പോയല്ലോ, മമ സഖി നീ എന്നു വന്നു ചേരും. മനതാരിൽ മാറിക്കാർ മൂടിക്കഴിഞ്ഞല്ലോ, മമ സഖി നീ എന്നു വന്നു ചേരും. അനുദിനം എന്നിൽ നിറയും ആരാധന മധുരാഗം നീ ദേവി. നിൻ ചിരിയിൽ കുളിരോ പാലൊളിയോ. മനസ്സിലെ തുളസി നഗരയിൽ തപസിരുന്നൊരൻ മോഹം. മനസ്സിലെ തുളസി നഗരയിൽ തപസിരുന്നൊരൻ മോഹം. നിന്ദിവ്യമോ ധ്വനിയിലുണർന്നു, നിന്റെ വ്യമോപുരധ്വനിയിലുണർന്നു. നിർമ്മലരാഗാത്ര പാവമായി തീർന്നു ദേവി. നിൻ ചിരിയിൽ കുളിരോ പാലൊളിയോ. ഇപ്പോൾ കേരളത്തിലും ഇന്ത്യയുടെ വിവിധ സംസ്ഥാനങ്ങളിലും ലോകത്ത്
രൂപത്തിലാകുകയും 3 ലക്ഷത്തോളം ആളുകൾ രാവിലെ സൗജന്യമാണ്. നമ്മൾ എന്ത് യോഗയായാലും ജിമ്മായാലും പൈസ കൊടുക്കണം. ഒരു പൈസയും ഇല്ലാതെ 3 ലക്ഷത്തോളം ആളുകൾ ചെയ്തു വരുന്ന ഒരു പരിപാടിയാണ്. വിവിധ രാജ്യങ്ങളിൽ അത് പ്രചരിക്കുന്നുണ്ട്. സൗജന്യമായാണ്. ഞാൻ അതിന്റെ ഒരു ജില്ലാ ഭാരവാഹിയാണ്. അപ്പൊ എനിക്ക് 1-2 ഐറ്റം ഇപ്പൊ ചെയ്യാൻ പറ്റില്ല ഇന്നത്തെ ശാരീരിക അവസ്ഥയിൽ. ഞാൻ വീഡിയോ ഇടുന്നുണ്ട്. ഇപ്പം എല്ലാം 10 പ്രാവശ്യമാണ്. അത് 2-3 പ്രാവശ്യം മാത്രം ചെയ്യാം. ബാക്കി വീഡിയോ ഇട്ട് താല്പര്യമുള്ളവർക്ക് ചെയ്യാം. നമ്മളെ പ്രായത്തിലുള്ളവർക്ക് ലഘു വ്യായാമങ്ങൾ അത്യാവശ്യമാണ്. ആദ്യത്തെ ഐറ്റം എനിക്ക് ചെയ്യാൻ പറ്റില്ല. അത് ജമ്പിങ് ജാക്സ് ആണ്. നമ്മൾ ആദ്യം റെഡി എന്ന് പറയും, റെഡി പൊസിഷൻ എന്ന് പറയും, എന്നിട്ട് തുടങ്ങാണ് 1, 2 എന്ന് പറയും. അപ്പോൾ ആദ്യത്തെ എങ്ങനെയാണ് ഇതെനിക്കിപ്പോൾ ചെയ്യാൻ പറ്റും 10 പ്രാവശ്യമാണ്. രണ്ടാമത്തത് ആംഗിൾ റൊട്ടേഷനാണ്. അതും ഇപ്പോൾ ചെയ്യാനൊരു പ്രയാസമുണ്ട്. ആംഗിൾ റൊട്ടേഷൻ 1, 2 ഇങ്ങനെ പറയും. ഇങ്ങനെയാണ് ചെയ്യുന്നത്. അടുത്തത് റൈറ്റ് ലെഫ്റ്റ് ചേഞ്ച് 1, 2, 3 1, 2, 3. അടുത്തത് നീ റൊട്ടേഷൻ ലെഫ്റ്റ് സൈഡ് 1, 2, 3 റൈറ്റ് സൈഡ് 1, 2, 3. 10 ചെയ്യുക. സമയക്കുറവുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. അടുത്തത് ഹിപ്പ് റൊട്ടേഷൻ. ഊര കൊണ്ട് വട്ടം വരയ്ക്കുക 2, 3 1, 2, 3. അടുത്തത് ഹെഡ് റൊട്ടേഷൻ. ഇതെല്ലാം നമുക്ക് ചെയ്യാൻ പറ്റുന്ന ലഘു വ്യായാമങ്ങളാണ്. കണ്ണടക്കുകയാണ്. കണ്ണടച്ചിട്ട് 1, 2 റൈറ്റ് സൈഡ് 2 അടുത്തത് വേറെ സാധനമാണ്. ബ്രീത്തിങ് സ്ട്രെച്ചിങ് 1. ഇതിനെല്ലാം ശ്വാസം എടുത്താണ്. ശ്വാസകോശം നിറയുന്നവരും എടുക്കുന്നു. 3 സെക്കൻഡ് പിടിച്ചു വെക്കുന്നു. ശക്തിയായി ബ്രീത്ത് ഔട്ട് ചെയ്യുന്നു. 2, 3, 4. അടുത്തത് ഡാൻസിങ് 2. 2-3 ചെയ്യുന്നുള്ളൂ. സമയക്കുറവുണ്ട്. അടുത്തത് ഇൻഡസ് ഫിംഗർ ഓവർ ഹെഡ്. 1, 2. അടുത്തത് ഫിംഗർ ലോക്ക് ഓവർ ഹെഡ് 1, 2, 3. അടുത്തത് ഹാൻഡ് ലോക്ക് ഓവർ ഹെഡ് 1, 2. അടുത്തത് ക്ലാപ്പിംഗ് ആൻഡ് ബെൻഡിങ് 1, 2. അടുത്തത് ക്ലാപ്പിംഗ് ആൻഡ് ബെൻഡിങ് കണ്ടിന്യൂ 1, 2. Up. അടുത്തത് ബാക്ക് ലോക്ക് ആൻഡ് ഫ്രണ്ട് ബെൻഡ് 1. അടുത്തത് ബാക്ക് ലോക്ക് ഫ്രണ്ട് ബെൻഡ് കണ്ടിന്യൂ
അടുത്തത് സിറ്റപ്പ് 1 ചെയ്യാൻ പറ്റില്ല 2 അടുത്തത് അബ്ഡോമിനൽ എക്സസൈസ് പുൾ ആൻഡ് പുഷ് 2 അടുത്തത് അക്യുപ്രഷർ 1 സെന്റർ സൈഡ് 25 പ്രാവശ്യമാണ്. അടുത്തത് വൈബ്രേഷൻ അബ്ഡോമിനൽ വൈബ്രേഷൻ സാധാരണ ഓർമ്മക്കുറവുകളാണ് എൻ്റെ പേര് മറന്നത്. ഇത് ചാടുകയാണ്, അതും എനിക്ക് ശരിക്കും കഴിയില്ല. റൈറ്റ് ടേൺ റൈറ്റ് ടേൺ റൈറ്റ് ടേൺ റൈറ്റ് ടേൺ. ഇതൊരു 25 പ്രാവശ്യമാണ്. കൈ അതേ സമയത്ത് ഇങ്ങനെയാണ്. നല്ലൊരു എക്സസൈസാണ്. നമ്മളെ പ്രായമുള്ളവർക്ക് ചെയ്യാൻ പറ്റുന്നത് വ്യായാമം. ഇവിടെ കേരളത്തിലെ എല്ലാ സ്ഥലത്തും ഇവിടെ ഇല്ല, തളിപ്പറമ്പ് മുതൽ അങ്ങോട്ടാണ് കണ്ടുകൊണ്ടിരുന്നത്. ഞാൻ അതിൻ്റെ വീഡിയോ ഇടാം, ക്യാപ്റ്റൻ ചെയ്യുന്നൊരു വീഡിയോ ഉണ്ട്. അത് ചെയ്ത് അതിൻ്റെ ഡീറ്റെയിൽസ് ഇടാം, ആർക്കും ചെയ്യാവുന്നതാണ്. പിന്നെ ഇന്നൊരു ഐറ്റം, അടുത്തൊരു ഐറ്റം കണ്ണിന് നോക്കിയാണ്. ഇത് കഴിഞ്ഞിട്ടൊരു ജമ്പിങ് കഴിഞ്ഞിട്ടൊരു മെഡിറ്റേഷൻ ഉണ്ട്. ഒരു 60 മുതൽ താഴോട്ട് എണ്ണുക. ഓർമ്മകളൊക്കെ നല്ലതാണ്. പൾസ് പോയിന്റിൽ കൈ പിടിക്കണം, കണ്ണടച്ച് 60 മുതലോ 100 മുതലോ താഴോട്ട് എണ്ണുക. 60, 59 മനസ്സിൽ കണ്ടുകൊണ്ട്. ലാസ്റ്റ് ഒന്ന് ഒരു X7 ക്ലാപ്പിംഗ് എന്ന് പറയും. 1 2 3 4 5. ഇത്രയാണ്. ഇത് താല്പര്യമുള്ളവർക്കൊക്കെ ചെയ്യാം. ഞാൻ നാളെ ഇതിൻ്റെ വീഡിയോയും ഇതിൻ്റെ ഓരോ എക്സസൈസിൻ്റെ ഡീറ്റെയിൽസ് ഇടാം. ചന്ദ്രകളഭം ചാർത്തിയുറങ്ങും തീരം ഇന്ദ്രധനുസിൽ തൂവൽ പൊഴിയും തീരം ഈ മനോഹര തീരത്ത് തരുമോ ഇനിയൊരു ജന്മം കൂടി, എനിക്കിനിയൊരു ജന്മം കൂടി. ചന്ദ്രകളഭം ചാർത്തിയുറങ്ങും തീരം ഇന്ദ്രധനുസിൽ തൂവൽ പൊഴിയും തീരം ഈ മനോഹര തീരത്ത് തരുമോ ഇനിയൊരു ജന്മം കൂടി, എനിക്കിനിയൊരു ജന്മം കൂടി. ഈ നിത്യഹരിതയ ഭൂമിയിലല്ലാതെ മാനസ സരസുകളുണ്ടോ, സ്വപ്നങ്ങളുണ്ടോ, പുഷ്പങ്ങളുണ്ടോ, സ്വർണ്ണമരാളങ്ങളുണ്ടോ,
വസുന്ധരേ മതിയാകും വരെ ഇവിടെ ജീവിച്ചു മരിച്ചവരുണ്ടോ? ചന്ദ്രകളഭം ചാർത്തിയുറങ്ങും തീരം ഇന്ദ്രധനുസിൻ തൂവൽ പൊഴിയും തീരം ഈ മനോഹര തീരത്തു തരുമോ ഇനിയൊരു ജന്മം കൂടി? എനിക്കിനിയൊരു ജന്മം കൂടി. പണ്ടെങ്ങാണ്ടൊരു നാടുണ്ടാർന്നേ, ആ നാട്ടിൽ പുഴയുണ്ടാർന്നേ, പുഴ നിറയെ മീനുണ്ടാർന്നേ, മീനിന് മുങ്ങാൻ കുളിരുണ്ടാർന്നേ. അന്നവിടൊരു വയലുണ്ടാർന്നേ, വയൽ മുഴുവൻ കതിരുണ്ടാർന്നേ, കതിർ കൊത്താൻ കിളി വരുമാർന്നേ, കിളികളെ പാടണ പാട്ടുണ്ടാർന്നേ. ആ നാട്ടിൽ തണലുണ്ടാർന്നേ, മൺവഴിയിൽ മരമുണ്ടാർന്നേ, മരമൂട്ടിൽ കളിച്ചിരി പറയാൻ ചങ്ങാതികൾ നൂറുണ്ടാർന്നേ. നല്ല മഴ പെയ്ത്തുണ്ടാർന്നേ, നരകത്തിൽ ചൂടില്ലാർന്നേ, തീവെട്ടി കളവില്ലാർന്നേ, തിന്നണതൊന്നും വിടമല്ലാർന്നേ. പണ്ടെങ്ങാണ്ടൊരു നാടുണ്ടാർന്നേ, ആ നാട്ടിൽ പുഴയുണ്ടാർന്നേ, പുഴ നിറയെ മീനുണ്ടാർന്നേ, മീനിന് മുങ്ങാൻ കുളിരുണ്ടാർന്നേ. അന്നവിടൊരു വയലുണ്ടാർന്നേ, വയൽ മുഴുവൻ കതിരുണ്ടാർന്നേ, കതിർ കൊത്താൻ കിളി വരുമാർന്നേ, കിളികള് പാടണ പാട്ടുണ്ടാർന്നേ. ആ നാട്ടിൽ തണലുണ്ടാർന്നേ, മൺവഴിയിൽ മരമുണ്ടാർന്നേ, മരമൂട്ടിൽ കളിച്ചിരി പറയാൻ ചങ്ങാതികൾ നൂറുണ്ടാർന്നേ. നല്ല മഴ പെയ്ത്തുണ്ടാർന്നേ, നരകത്തിൽ ചൂടില്ലാർന്നേ, തീവെട്ടി കളവില്ലാർന്നേ, തിന്നണതൊന്നും വിഷമില്ലാർന്നേ. ഒരു വീട്ടിലടുപ്പ് പുകഞ്ഞാൽ മറു വീട്ടിൽ പശിയില്ലാർന്നേ, ഒരു കണ്ണു കലങ്ങി നിറഞ്ഞാൽ ഓടി വരാൻ പലരുണ്ടാർന്നേ. ഒരു വീട്ടിലടുപ്പ് പുകഞ്ഞാൽ മറു വീട്ടിൽ പശിയില്ലാർന്നേ, ഒരു കണ്ണു കലങ്ങി നിറഞ്ഞാൽ ഓടി വരാൻ പലരുണ്ടാർന്നേ. നാടെങ്ങും അതിലില്ലാർന്നേ, നടവഴിയുടെ വഴി നൂറുണ്ടാർന്നേ, 4 മണി പൂവുണ്ടാർന്നേ, നല്ലോ ചൊല്ലിന് വിലയുണ്ടാർന്നേ. നിന്നും ഞാനുമൊരന്യനെ പോലെ, വെറും മഞ്ഞനെ പോലെ, ഉള്ളിലെ സ്നേഹപ്രവാഹത്തിൽ നിന്നു തുള്ളിയും വാക്കുകൾ പൊഴിഞ്ഞില്ല. ഓ ഉള്ളിലെ സ്നേഹപ്രവാഹത്തിൽ നിന്നു തുള്ളിയും വാക്കുകൾ പൊഴിഞ്ഞില്ല. നീർമിഴിപ്പീലി നീർമണി തുളുമ്പി നീയരികിൽ നിന്നു കണ്ണുനി തുടക്കാതെ ഒന്നും പറയാതെ നിന്നും ഞാനും ഒരന്യനെ പോലെ, വെറും അന്യനെ പോലെ.
ആകാശപ്പൂമുടി ചൂടി മുകിലാരപ്പെട്ടു ചുറ്റി ഓണത്താറാടി വരുന്നേ ഓണത്താറാടി വരുന്നേ വെള്ളാരപ്പൂമലമേലെ പൊൻകിണ്ണം നീട്ടി നീട്ടി ആകാശപ്പൂമുടി ചൂടി മുകിലാരപ്പെട്ടു ചുറ്റി ഓണത്താറാടി വരുന്നേ ഓണത്താറാടി വരുന്നേ. നേഴ്സറി സ്കൂൾ കുട്ടിയുടെ ആത്മരോധനം. ഇത് നിങ്ങൾ 25 വർഷത്തേക്ക് പിന്നിലേക്ക് വരണം കേട്ടോ. അപ്പൊ എഴുതിയതാണ്. സാഹചര്യം മാറിയിട്ട് എന്നെ ആരും ചീത്ത പറയരുത്. എനിക്കുറക്കം വരും നമ്മെ, ഹോംവർക്ക് തീർക്കണം അതിന് മുന്നേ, ലൈറ്റ് ഒന്ന് അണക്കണം അമ്മേ, വെരി ലേറ്റ് ആയി പോയെന്റെ അമ്മേ, ബുക്ക് ചുമന്നെനിക്ക് അമ്മേ, നല്ല ബാക്ക് പെയിൻ ആകുന്നു അമ്മേ, പിച്ച വെച്ചതിൽ പിന്നെ ഒന്ന് ഒച്ച വെച്ചു കളിച്ചതിൽ അമ്മേ, മലയാളം പഠിച്ചാലും പോരാ, മറുനാടൻ ഭാഷയും വേണം, ഇംഗ്ലീഷിൽ തന്നെ പഠിക്കണം, ഇംഗ്ലീഷിൽ തന്നെ പറയണം, കണക്കൊന്ന് തെറ്റിയാൽ കരണത്തടിക്കുന്നു ടീച്ചർ, സയൻസ് ശാസ്ത്രങ്ങളും പോരാ, ഗണിത ശാസ്ത്രങ്ങളും പോരാ, വേണം. ഇത്രയും പഠിച്ചമ്മേ എന്റെ ഇളം കണ്ണിൽ വെളിച്ചവും ഭംഗി, ബുക്കു പഠിക്കണമെങ്കിൽ ഇപ്പോൾ മൂക്ക് കണ്ണടിയും വേണം, കമ്പ്യൂട്ടർ എന്നൊരു പെട്ടി അത് കാണുമ്പോൾ കലിവരുന്ന അമ്മേ, മൗസിന്റെ തലയിൽ പിടിച്ചു മിസ് നൈസായി വരയുന്നത് എന്റെ അമ്മേ,
5 വയസ്സിന് മുമ്പേ എന്നെ എന്തിന് ബന്ധനസ്ഥനാക്കി അമ്മേ? അറിയേണ്ട പ്രായമായാൽ ആരും പറയാതെ തന്നെ ഞാൻ പഠിക്കാം അമ്മേ. അതുവരെ എന്നെ വെറുതെ പൊറുതിമുട്ടിക്കാതെ എൻ്റെ അമ്മേ. അച്ഛനോടൊന്ന് മിണ്ടാൻ, ആനെഞ്ചിൽ കയറി കളിക്കാൻ, അമ്മയോടൊന്ന് കൊഞ്ചാൻ, ആമടിയിൽ കിടന്നൊന്നുറങ്ങാൻ ആശയാകുന്ന അമ്മേ. ഇത് ഞാൻ ആരോട് പറയണം അമ്മേ? ഇത് ഞാൻ ആരോട് പറയണം അമ്മേ? നീരാടുവാൻ നിളയിൽ നീരാടുവാൻ, നീരാടുവാൻ നിളയിൽ നീരാടുവാൻ, നീ എന്റെ വഴിയിൽ വന്നു പൂന്തിങ്കളെ, നീ എന്റെ വഴിയിൽ വന്നു പൂന്തിങ്കളെ. നീരാടുവാൻ നിളയിൽ നീരാടുവാൻ, നീരാടുവാൻ നിളയിൽ നീരാടുവാൻ. ഈറനാവെണ്ണിലാവിൻ പൂമ്പുടവയഴിഞ്ഞു, ഈ നദീതൻ പുളിനങ്ങൾ ചന്ദന കുളിരണിഞ്ഞു. ഈറനാവെണ്ണിലാവിൻ പൂമ്പുടവയഴിഞ്ഞു, ഈ നദീതൻ പുളിനങ്ങൾ ചന്ദന കുളിരണിഞ്ഞു. പൂമ്പുടവ തുമ്പിലെ കസവെടുത്തു, പൂക്കൈത കന്യകമാ മുടിയിൽ വെച്ചു. നീരാടുവാൻ നിളയിൽ നീരാടുവാൻ, നീരാടുവാൻ നിളയിൽ നീരാടുവാൻ.
തൂമഞ്ഞിൻ നെഞ്ചിലൊതുങ്ങി മുന്നാഴി കനവ് കല്ലായി കടവത്തെ കാറ്റൊന്നും മിണ്ടിയില്ലേ, മണിമാരൻ വരുമെന്ന് ചൊല്ലിയില്ലേ, വരുമെന്ന് പറഞ്ഞിട്ടും വരവൊന്നും കണ്ടില്ല, കൽവിലെ മൈനയിന്നും ഉറങ്ങിയില്ല. മധുമാസരാവിൻ വെൺചന്ദ്രനായി ഞാൻ അരികത്തു നിന്നിട്ടും കണ്ടില്ലേ, നീ കണ്ടില്ലേ. കല്ലായി കടവത്തെ കാറ്റൊന്നും മിണ്ടില്ലേ, മണിമാരൻ വരുമെന്ന് ചൊല്ലിയില്ലേ. പട്ടുതൂവാലയും വാസനത്തൈലവും അവൾക്കു നൽകാനായി കരുതി ഞാൻ. പട്ടുറുമാലു വേണ്ട, അത്തറിൻ മണം വേണ്ട, നെഞ്ചിലെ ചൂടു മാത്രം മതിവൾക്ക്. കടവത്ത് തോണിയിറങ്ങാം, കരിവളക്കൈ പിടിക്കാം, അത് കണ്ടു ലാവ് പോലും കൊതിച്ചോട്ടേ. കല്ലായി കടവത്തെ കാറ്റൊന്നും മിണ്ടിയില്ലേ, മണിമാരൻ വരുമെന്ന് ചൊല്ലിയില്ലേ. അപ്പൊ എന്നിൽ അർപ്പിച്ചിരിക്കുന്ന ദൗത്യം പറയുന്നതിന് മുമ്പേ രണ്ടു വാക്ക് ഞാൻ സംസാരിക്കാൻ ആഗ്രഹിക്കുന്നു. നമ്മുടെ നിത്യജീവിതത്തിലുള്ള മോഡേൺ ടെക്നോളജി ആയിട്ടുള്ള ഒരു കാര്യങ്ങളാണ്. സൈബർ സെക്യൂരിറ്റി എന്ന് വേണമെങ്കിൽ പറയാം. നമ്മളെല്ലാവരും സ്മാർട്ട് ഫോൺ ഉപയോഗിക്കുന്ന ആൾക്കാരാണ്. പക്ഷേ സ്മാർട്ട് ഫോണിന്റെ ശരിയായ ഉപയോഗം നമുക്ക് പലർക്കും അറിയില്ല. കാരണം ഇൻഫർമേഷൻ ടെക്നോളജിയുടെ അഭൂതപൂർവമായ വളർച്ചയും അതേപോലെ തന്നെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ അതിവേഗത്തിലുള്ള കുതിച്ചുചാട്ടവും കമ്മ്യൂണിക്കേഷൻ ടെക്നോളജിയെ ആകെ മാറ്റിമറിക്കുകയാണ്. അതോടുകൂടി തന്നെ ഹാക്കേഴ്സ് വന്നിട്ട് ഡിഫറെന്റ് രൂപത്തിലും ഭാവത്തിലും മനുഷ്യ സമൂഹത്തെ നശിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള പ്രവൃത്തികളും അതിന്റെ സഹായത്തോടു കൂടി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പം സ്മാർട്ട് ഫോൺ ഉപയോഗിക്കുന്ന നമ്മളെ എല്ലാവരും സ്മാർട്ട് ഫോൺ വന്നിട്ട് ബേസിക്കലി ഒരു വളണറബിൾ സോഫ്റ്റ്വെയറിലാണ് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഏത് OEM ആയി കഴിഞ്ഞാലും, അതായത് ഒറിജിനൽ എക്വിപ്മെന്റ് മാനുഫാക്ചർ ആയി കഴിഞ്ഞാലും അവരവരുടെ സോഫ്റ്റ്വെയറിലാണ്, ആപ്ലിക്കേഷനിലാണ് ഫോൺ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ സമയാസമയങ്ങളിൽ ഈ സെക്യൂരിറ്റി ത്രെറ്റ് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് അതാത് കമ്പനികൾ വന്നിട്ട് സോഫ്റ്റ്വെയർ അപ്ഗ്രഡേഷൻ ടൈം ടു ടൈം തരുന്നുണ്ട്. ആ സോഫ്റ്റ്വെയർ അപ്ഗ്രഡേഷൻ നമ്മൾ സമയത്ത് ചെയ്തില്ല എങ്കിൽ നമുക്ക് എപ്പോഴും അതിന്റെ ഹാക്കേഴ്സിന്റെ ത്രെറ്റ് അനുഭവിക്കാൻ സാധ്യതയുണ്ട്. നമ്മളിൽ പലരും ഈ സോഫ്റ്റ്വെയർ അപ്ഗ്രഡേഷൻ വന്നിട്ട് ശ്രദ്ധിക്കാറില്ല. ഒന്നുകിൽ ഫോണിലെ സെറ്റിംഗിൽ വന്നിട്ട് ഓട്ടോ അപ്ഡേഷൻ കൊടുക്കുക. അതിൽ രണ്ട് ഓപ്ഷൻ വേറെ ഉണ്ടാവും. ഒന്നുകിൽ വൈഫൈ ഉള്ളപ്പോൾ മാത്രം ഫോൺ വൈഫൈയിൽ പോകുമ്പോൾ മാത്രം ഈ അപ്ഗ്രഡേഷൻ നടക്കട്ടെ എന്നുള്ള ഒരു ഓപ്ഷൻ കൊടുക്കും. അതല്ലെങ്കിൽ ഫോണിന്റെ ഫോൺ കണക്ടിവിറ്റിയിൽ വന്നിട്ട് അപ്ഗ്രഡേഷൻ നടക്കും. ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ച എല്ലാവർക്കും വളരെ മാസങ്ങൾക്ക് മുന്നേ അണിയറ പ്രവർത്തനങ്ങൾ പലതും നടന്നു, പല ചർച്ചകൾ നടന്നു, ഗ്രൂപ്പ് ഡിസ്കഷൻ നടന്നു, പല അപ്രൂവൽസും എടുത്തു.